സൗദി അറേബ്യയിലെ ഇജാസ് നഗരം കൂടി തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പരിധിയിൽപ്പെട്ടതാണ് എന്ന കാര്യം ഇസ്രായേൽ ആവർത്തിച്ചു. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായിരിക്കുന്ന പഠനങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ആദിമകാലത്ത്, അതായത് AD 2-7 നൂറ്റാണ്ടിനിടയിൽ വലിയ സ്വാധീനം സൗദി അറേബ്യയിലെ മദീന അടക്കമുള്ള നഗരങ്ങളിൽ ജൂത വിഭാഗത്തിനുണ്ടായിരുന്നു എന്നതിനാൽ അതും കൂടി നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതിനുള്ള ശ്രമങ്ങൾ തങ്ങൾ നടത്തും എന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. 3 ഗോത്ര വിഭാഗത്തെ പരാമർശിച്ചുകൊണ്ട് അവരിങ്ങനെ പറയുന്നു. യത്രിബ എന്ന് പറയുന്ന പ്രദേശമാണ് പിന്നീട് ഹിജാസ് എന്ന് പറയുന്ന പ്രദേശമായിട്ട് പരിവർത്തനം ചെയ്തത്. ബനു കനൂക്ക, ബനു അൽനദീർ, ബനു ഖുറൈസ 3 പ്രധാനമായിരിക്കുന്ന ഗോത്രങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. വലിയ വ്യാപാരവും കൃഷിയൊക്കെ നടത്തിപ്പോന്ന ആ വിഭാഗം വലിയ സ്വാധീനം ആ മേഖലയിൽ ഉണ്ടായിരുന്നു. പിന്നീട് പ്രവാചകരുടെ കാലഘട്ടം വന്നു. അത് മദീനയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിരിക്കുന്ന ആ കാലഘട്ടത്തോടനുബന്ധിച്ച് കരാർ വ്യവസ്ഥകൾ ഉണ്ടായി. ജൂതന്മാരുമായിട്ട് കരാർ വ്യവസ്ഥ ഉണ്ടായി. കരാർ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. കന്തക്ക് യുദ്ധം വന്നു. കന്തക്ക് യുദ്ധത്തോടനുബന്ധിച്ച് ഏറെക്കുറെ ജൂത വിഭാഗം ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 7-ാം നൂറ്റാണ്ടിൽ അവസാനത്തോടു കൂടി അവർ അപ്രത്യക്ഷമാകുന്ന രീതി ഉണ്ടാവുകയും ഖലീഫ ഉമറിന്റെ കാലഘട്ടം വന്ന സമയത്ത് അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അവകാശമൊന്നും ഇല്ലാത്ത രീതിയിൽ അവസാനിച്ചു. ഇപ്പോഴാണ് അതിന്